ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതുണ്ടല്ലോ ഇറച്ചിച്ചോറെന്നും പറയാം, അല്ലെങ്കിൽ കുക്കർ ബിരിയാണി എന്നും പറയാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് വെറും 2 വിസിൽ മതി. കുറച്ച് ചിക്കനും ബിരിയാണി റൈസും ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മസാലപ്പൊടികളിൽ മാറ്റം വരുത്താം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ടാണ് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അങ്ങനെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. എല്ലാ മസാലയും ആ ചിക്കനിൽ പിടിക്കട്ടെ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കറിവേപ്പിലയും പുതിനയിലയും ഒക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ നന്നായിട്ട് വേകുന്ന അരിയായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് വേകുന്ന അരിയായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് 2 വിസിൽ മതി. അപ്പോഴേക്കും ചോറ് റെഡിയാവും. അപ്പോൾ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ഇത് ശരിക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിന് ചൂടോടെ സെർവ് ചെയ്യാം. ഇതുണ്ടല്ലോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ നല്ലതാണ്. അതുമാത്രമല്ല ചില മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇതേപോലെ കറിയും ചോറൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു 2 വിസിൽ കൊണ്ട് തന്നെ സംഭവം അങ്ങ് റെഡി ആവുമല്ലോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.